കഴിഞ്ഞ ദിവസമായിരുന്നു ഗ്ലാമി ഗംഗയുടെ വിവാഹം. അറേഞ്ച് മാരേജിനോട് താല്പര്യമില്ലെന്ന് നേരത്തെ തന്നെ ഗംഗ വ്യക്തമാക്കിയതാണ്. അടുത്ത സുഹൃത്തായ അപ്പുവിനെയാണ് ഗംഗ ജീവിത പങ്കാളിയാക്കിയത്. വ്ലോഗിലൂടെയായി അപ്പുവും പ്രേക്ഷകർക്ക് പരിചിതനാണ്. എൻഗേജ്മെന്റും കല്യാണവുമെല്ലാം സ്വന്തം ആഗ്രഹത്തിലും ഉത്തരവാദിത്തത്തിലുമായിരുന്നു ഇരുവരും നടത്തിയത്. സ്വന്തം കല്യാണം ഗംഗ സ്വന്തമായി നടത്തി. അക്കാര്യത്തിൽ അവളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നായിരുന്നു സുഹൃത്തുക്കളെല്ലാം പറഞ്ഞത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്ന് ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ബന്ധുക്കളോടൊപ്പമായി ഗുരുവായൂരിലേക്ക് തിരിച്ചത്. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയായി വ്ലോഗിലൂടെ ഗംഗ തന്നെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. 4 ദിവസമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സ്വന്തമായാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയാണ്. കല്യാണം കഴിഞ്ഞ് കിട്ടുന്നത് വരെയുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥയാകും. അങ്ങനെയൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എപ്പോഴും പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കില്ലെന്നറിയാം. ഏപ്രിൽ 20 എന്ന ഡേറ്റിന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിൽ വെച്ച് അപ്പു എന്നെ ആദ്യമായി കണ്ടത് ഈ ഡേറ്റിലായിരുന്നു. കല്യാണം പറയാനായി ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോഴായിരുന്നു ഈയൊരു കാര്യം അറിയുന്നത്. അന്ന് കണ്ടു. 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. മുൻപൊരു ഏപ്രിൽ 30-ന് ഞാൻ 32 മണിക്കൂർ കരഞ്ഞൊരു ദിവസമുണ്ട്. ഗുരുവായൂരപ്പനോട് ഞാനിങ്ങനെ പരിഭവം പറഞ്ഞ ദിവസമായിരുന്നു. അന്ന് ആ പരാതി കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ എല്ലാ സങ്കടങ്ങളുടെയും സൊല്യൂഷൻ ദേ കിടന്നുറങ്ങുന്നു. റൂം എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും വിചാരിച്ചു, എന്നാൽ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന്. ഞാനൊരു ശിവഭക്തയാണ്. എന്നെ അറിയുന്നവർക്കെല്ലാം അതറിയാം. ശിവക്ഷേത്രങ്ങളിൽ പോയിരുന്ന് ഇങ്ങനെയെല്ലാം ഞാൻ പറയും. ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ലൈഫിൽ ഇങ്ങനെയൊരു കാര്യം സംസാരിക്കുന്നുമുണ്ട്. എനിക്ക് മുന്നേ നടന്നതൊക്കെ നിങ്ങൾക്കറിയാം. നല്ലതാണെങ്കിൽ ചേർത്ത് തരിക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. 12 മണിക്ക് ക്യൂ നിന്നിട്ട് 6 മണിക്കാണ് തൊഴുത് ഇറങ്ങുന്നത്. അന്ന് എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയിരുന്നില്ല. എൻ്റെ മുന്നിൽ വലിയൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇവിടെ കിടന്നുറങ്ങിയിരുന്നു. സിനിമാറ്റിക് സ്റ്റൈലിലൊരു സ്വപ്നമായിരുന്നു കണ്ടത്. എനിക്ക് 4 ആൺപിള്ളേരുണ്ടാവുന്നതായിരുന്നു കണ്ടത്. അതിൽ ഒരാൾ കറക്റ്റ് അപ്പുവിനെ പോലെയാണ്. 4 പിള്ളേരും ഞാനും അപ്പുവും. മനസ്സിലെ തോന്നലാണോ അനുഗ്രഹമാണോ എന്നറിയില്ല. ലൈഫിൽ ഗുരുവായൂരിൽ വരില്ലെന്ന് തീരുമാനിച്ചതാണ് ഞാൻ. പക്ഷേ ഞാൻ വീണ്ടും ഇവിടെ എത്തി, അതും എൻ്റെ കല്യാണത്തിന്. ജീവിതത്തിൽ ഒരു കാര്യത്തിനായി പ്രാർത്ഥിച്ച് അത് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. അത് കിട്ടാതെയിരുന്നത് നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. അതിലും മികച്ചത് നല്ലതൊന്ന് നമുക്ക് ലഭിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്.